നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എന്നെ വിളിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ റെഗുലർ മ്യൂച്വൽ ഫണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്നാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫണ്ട് സെർച്ച് ചെയ്യുമ്പോൾ കാണാം ഫണ്ടിനോടൊപ്പം തന്നെ ഡയറക്റ്റ് ഗ്രോത്ത്, റെഗുലർ ഗ്രോത്ത് എന്ന് കാണാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡയറക്റ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി അറിയാം. നിങ്ങൾ സ്വയം ഒരു എന്താ പറയുക ഒരു ഓൺലൈൻ ഓപ്ഷൻ വഴി നിങ്ങൾ നേരിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുന്ന രീതിയാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുക. അതിനൊരു ഇടയ്ക്ക് അതായത് ആസറ്റ് മാനേജ്മെന്റ് കമ്പനിയും നിങ്ങളുടെ ഇടയിൽ ഒരാളില്ല, ഒരു ഏജന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേ സമയത്ത് റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഏജന്റ് ഉണ്ടാവും, അതായത് ഇടനിലക്കാർ. നമുക്കറിയത്തില്ല, നമ്മുടെ നാട്ടിലൊരു ഒരുപാട് ഏജന്റുമാരുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്, ഇപ്പം ഞാനൊരു ഏജന്റാണ്, ഒരു ബ്രോക്കറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒരു കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുമ്പോൾ നമുക്കൊരു ബ്രോക്കർ കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഇടനിലക്കാരനാണ് ഞാൻ. അപ്പോൾ നമുക്കൊരു കമ്മീഷനോ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് രണ്ട് ഫണ്ടുകളാണ്.